ഈ കോടതിയുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പ്രോസിക്യൂഷൻ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം പുറത്തുപോകും. അതായത് എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണം, ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അപ്പോൾ ഒരു മറുചോദ്യം ചോദിക്കുന്നത് പൾസർ സുനി മാത്രമല്ലേ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതി അല്ലേ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്ന് കൂടി കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചിരിക്കുകയാണ്. പൾസർ സുനിയാണല്ലോ നേരിട്ട്. അപ്പോൾ ഇതിനെന്ത് മറുപടിയാണ് പ്രോസിക്യൂഷൻ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ചോദ്യം കോടതിയിൽ നിന്ന് വരുന്നത്. ഇതിനി പ്രോസിക്യൂഷൻ എന്ത് മറുപടിയാവും നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പൾസർ സുനി, ഒന്നാം പ്രതിയായ പൾസർ സുനി, അദ്ദേഹമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആരാണ് കുറ്റം ചെയ്തത് എന്നത് മാത്രം പ്രസക്തമല്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് കുറ്റം ചെയ്ത ഒന്നാം പ്രതി പൾസർ സുനിയല്ലേ എന്ന് കോടതി ചോദിക്കുന്നു, അയാൾ ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അതിന് മറുപടി പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ ആരാണ് കുറ്റം ചെയ്തത് എന്നത് മാത്രം പ്രസക്തമല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രതികൾക്ക് നേരെ, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് നേരെയുള്ള ഗൂഢാലോചന കുറ്റം അത് ശരിവച്ചിരുന്നു, അത് തെളിയിക്കപ്പെട്ടിരുന്നു. എല്ലാ പ്രതികളും 6 പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ആരാണ് കുറ്റം ചെയ്തത്, ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ ആരാണ് കുറ്റം ചെയ്തത് എന്നത് പ്രസക്തമല്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് നൽകിയിരിക്കുന്ന മറുപടി. കോടതി ചോദിച്ചത് പൾസർ സുനിയല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത്, മറ്റുള്ള ആളുകൾ സഹായികളല്ലേ എന്നാണ്. പരമാവധി എല്ലാവർക്കും സമാനമായ പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ കോടതി പകരം ചോദിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുന്നത് 5 പേർ സഹായികളല്ലേ, ഒരാൾ മാത്രമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകുന്നത് ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് കുറ്റം ചെയ്തത് എന്നതിന് മാത്രം പ്രസക്തമല്ല എന്നതാണ് പറയുന്നത്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ, കൂട്ടബലാത്സംഗമാണ് ശിക്ഷ. അപ്പോൾ കൂട്ടബലാത്സംഗം ആ വകുപ്പ് ചുമത്തപ്പെട്ടിരുന്നു, ആ വകുപ്പ് ശരിവെച്ചിരുന്നു കോടതി, കൂട്ടബലാത്സംഗം ശരിവെച്ചിരുന്നു. അപ്പോൾ കൂട്ടബലാത്സംഗം എല്ലാ പ്രതികൾക്കും മേൽ ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുന്നത്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് ഒന്നാം പ്രതി മാത്രമല്ല യഥാർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഗൂഢാലോചന എല്ലാവർക്കും മേൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും മേൽ കൂട്ടബലാത്സംഗ വകുപ്പ് ചുമത്തിയത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്, അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കൂട്ടബലാത്സംഗമാണ് എല്ലാവർക്കും നേരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. അപ്പോൾ എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണം, പരമാവധി ശിക്ഷ നൽകണമെന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ശിക്ഷാവിധിന്മേലുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 6 പ്രതികൾക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. പൾസർ സുനി മുതൽ അങ്ങോട്ടുള്ള 6 പ്രതികളും, പ്രദീപ് വരെയുള്ള 6 പ്രതികളും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ തങ്ങളുടെ ജീവിത സാഹചര്യം പറയുമ്പോൾ, ചിലർ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോടതിക്ക് മുമ്പിൽ. അതിനുശേഷം പ്രോസിക്യൂഷന് ഇതിന്മേലുള്ള വാദം പ്രോസിക്യൂഷനും നടത്തുന്നുണ്ട്. ആ ഒരു വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അതിൽ ഓരോ കുറ്റങ്ങളും വ്യത്യസ്ത കുറ്റങ്ങളാണെന്ന് കൂടി പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ പറയുന്നുണ്ട്. അതായത് ഈ ഗൂഢാലോചന എല്ലാവർക്കും മേൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, കൂട്ടബലാത്സംഗം എല്ലാവർക്കും മേൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ കുറ്റങ്ങളും വ്യത്യസ്തമായ കുറ്റങ്ങളായി തന്നെ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരൊറ്റയാൾ മാത്രമല്ല കുറ്റക്കാരൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയല്ലേ, ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്ന കോടതിയുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിലുള്ള മറുപടികൾ പ്രോസിക്യൂഷൻ കോടതിക്ക് നൽകുന്നത്. ഗൂഢാലോചന കുറ്റം എല്ലാവർക്കും മേൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, കൂട്ടബലാത്സംഗ കുറ്റം എല്ലാവർക്കും മേൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കുറ്റങ്ങളും വ്യത്യസ്ത കുറ്റങ്ങളാണെന്ന് അതങ്ങനെ തന്നെ പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിം സർ. ശരി, എന്തായാലും ശിക്ഷാവിധിയിലുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുറ്റകൃത്യവും വ്യത്യസ്തമാണ് എന്നാണ്. കുറ്റം ചെയ്ത് സുനിയല്ലേ എന്നും കോടതി ചോദിക്കുന്നു. ഇങ്ങനെ ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്ന ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ സുനിക്ക് പരമാവധി ശിക്ഷയും മറ്റുള്ളവർ കുറഞ്ഞ ശിക്ഷയും ലഭിക്കുമെന്നൊരു സൂചന ഇപ്പോൾ വാദപ്രതിവാദത്തിനിടയിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവർക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം തന്നെ വിധിക്കും എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്.